Dear students, നമ്മൾ വിവോക്ക് ഡയാലിസിസ് 5th സെമ്മിലെ യൂണിറ്റ് 3 ആണ് ഈ ഓഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അമിനോ ആസിഡ്, കാർബോഹൈഡ്രേറ്റ്, ലിപ്പിഡ് മെറ്റാബോളിസം ആണ് നമുക്ക് ഫസ്റ്റ് തന്നിരിക്കുന്ന ടോപ്പിക്. ഇതിനെല്ലാത്തിനെയും കുറിച്ചിട്ട് നമ്മൾ മുന്നത്തെ നമ്മുടെ സെമ്മുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ജസ്റ്റ് ഒരു ഓവർവ്യൂവും കീ പ്രോസസ്സും ആണ് നമുക്ക് യൂണിറ്റ് 3യിൽ തന്നിരിക്കുന്നത്. ഫസ്റ്റ് പറയുന്നത് അമിനോ ആസിഡ് മെറ്റാബോളിസം ആണ്. അമിനോ ആസിഡുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോട്ടീനുകളുടെ ബിൽഡിംഗ് ബ്ലോക്സ് ആണെന്ന് നമുക്ക് അറിയാം. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ ന്യൂറോ ട്രാൻസ്മിഷനും ഇമ്മ്യൂൺ റെസ്പോൺസസിന് എനർജി പ്രൊഡക്ഷനൊക്കെ വേണ്ടിയിട്ട് അമിനോ ആസിഡുകൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മെയിനായിട്ട് ഒരു 20 അമിനോ ആസിഡുകൾ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഒരു 9 അമിനോ ആസിഡുകളും എസെൻഷ്യൽ അമിനോ ആസിഡുകൾ എന്നാണ് അറിയപ്പെടുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഡയറ്റിലൂടെ നമ്മുടെ ശരീരത്തിലേക്ക് ലഭിക്കുന്നവയാണ്. നെക്സ്റ്റ് പറയുന്നത് കീ പ്രോസസ്സസ് ആണ്. ഫസ്റ്റ് പ്രോട്ടീൻ സിന്തസിസ്. പ്രോട്ടീൻ സിന്തസിസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ഈ പ്രോട്ടീൻ ഉണ്ടാവുന്നത്? അമിനോ ആസിഡുകൾ ലിങ്ക് ചെയ്തിട്ട് ഓരോന്നായിട്ട് ലിങ്ക് ചെയ്തിട്ട് ഒരു സ്പെസിഫിക് സീക്വൻസ് ആയിട്ടാണ് എന്ത് കിട്ടുന്നത്, നമുക്ക് ഒരു പ്രോട്ടീൻ്റെ ഫോം കിട്ടുന്നത്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് ഡി അമിനേഷൻ ആണ്. ഡി അമിനേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അമിനോ ഗ്രൂപ്പിനെ നമുക്ക് ഒരു അമിനോ ആസിഡ് ഗ്രൂപ്പിൽ നിന്ന് റിമൂവ് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, ഡി അമിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഇത് എന്തായിട്ട് മാറും? കൺവേർട്ടിങ് ഇറ്റ് ടു എ കീറ്റോ ആസിഡ് വിച്ച് ക്യാൻ എൻ്റർ മെറ്റാബോളിക് പാത്വേ ലൈക്ക് ദ സിട്രിക് ആസിഡ് സൈക്കിൾ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഡി അമിനേഷൻ പ്രവർത്തനം നടക്കുമ്പോൾ അത് കീറ്റോ ആസിഡായിട്ട് നമുക്കതിനെ മെറ്റാബോളിക് പാത്വേസ് ആയിട്ടുള്ള സിട്രിക് ആസിഡ് സൈക്കിൾ ഉൾപ്പെടുത്താനായിട്ട് സാധിക്കും. നെക്സ്റ്റ് പറയുന്നത് ട്രാൻസാമിനേഷൻ ആണ്. ട്രാൻസാമിനേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അമിനോ ഗ്രൂപ്പിനെ ട്രാൻസ്ഫർ ചെയ്യുന്നൊരു പ്രവർത്തനമാണ് പറയുന്നത്. അതായത് അമിനോ ഗ്രൂപ്പിനെ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ്, ടു എ കീറ്റോ ആസിഡ് ആയിട്ടാണ് മാറുന്നത്. ഫോമിങ് എ ന്യൂ അമിനോ ആസിഡ് ആൻഡ് എ ന്യൂ കീറ്റോ ആസിഡ്. അങ്ങനെയായിട്ട് നമുക്ക് എന്താണ്, ഒരു പുതിയൊരു അമിനോ ആസിഡ് ഗ്രൂപ്പും അതുപോലെ തന്നെ ഒരു പുതിയൊരു കീറ്റോ ആസിഡ് ഗ്രൂപ്പ് നമുക്ക് കിട്ടുന്നു. നെക്സ്റ്റ് പറയുന്നത് യൂറിയ സൈക്കിൾ ആണ്. യൂറിയ സൈക്കിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രോസസ്സിൽ നമുക്ക് എക്സസ് ആയിട്ടുള്ള നൈട്രജൻ നമുക്ക് അമിനോ ആസിഡ് കാറ്റാബോളിസത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നു. അമിനോ ആസിഡിൽ നിന്ന് കിട്ടുന്നു. ഇതുവഴി നമുക്ക് എന്താണ്, ഇതിനെ നമുക്ക് കൺവേർട്ട് ചെയ്തിട്ടാണ് യൂറിയയാക്കി മാറ്റിയിട്ട് നമ്മുടെ യൂറിനിലൂടെ എക്സ്ക്രീറ്റ് ചെയ്യപ്പെടുന്നത്. നെക്സ്റ്റ് മെറ്റാബോളിക് ഫങ്ഷൻസ് നമുക്ക് കാർബോഹൈഡ്രേറ്റ് മെറ്റാബോളിസത്തിൻ്റെയാണ് പറയുന്നത്. അതിൻ്റെ ഓവർവ്യൂ എന്ന് പറയുന്നത് ഈ കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറഞ്ഞെങ്കിൽ മെയിനായിട്ട് നമ്മുടെ ശരീരത്തിൽ എനർജി നൽകുന്നത് ആരാണ്? നമ്മുടെ ഈ ഒരു കാർബോഹൈഡ്രേറ്റ്സുകളാണ്. അപ്പോൾ ഈ കാർബോഹൈഡ്രേറ്റ്സുകൾ എങ്ങനെയാണ് എനർജി കൊടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു കാർബോഹൈഡ്രേറ്റ് മെറ്റാബോളിസത്തിലൂടെയാണ് ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലേക്ക് ലഭിക്കുന്നത്. ഇനിയും നമുക്ക് കാർബോഹൈഡ്രേറ്റ്സിനെ എങ്ങനെയായിട്ട് ക്ലാസിഫൈ ചെയ്യാം? സിമ്പിൾ കാർബോഹൈഡ്രേറ്റ്സിനും കോംപ്ലക്സ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്സിനും ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഇനി അതിൻ്റെ കീ പ്രോസസ്സുകൾ പറയുന്നത് ഗ്ലൈക്കോലൈസിസ് ആണ്. ഗ്ലൈക്കോലൈസിസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമുക്ക് ഗ്ലൂക്കോസ് എന്തായിട്ട് മാറുകയാണ്, ഗ്ലൂക്കോസ് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് പൈറുവേറ്റ് ആയിട്ട് മാറുന്ന പ്രവർത്തനമാണ്. ഇതുവഴി നമുക്ക് ATPs ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പലതരത്തിലുള്ള മെറ്റാബോളിക് പാത്വേസ് ഇതുപോലെ തന്നെ എന്താണ് ആൻഡ് ഇൻ്റർമീഡിയറ്റ് ഫോർ അതർ മെറ്റാബോളിക് പാത്വേ, അതായത് അവിടെ നിന്ന് പിന്നെ എന്താണ് ബാക്കിയുള്ള മെറ്റാബോളിക് പ്രോസസ്സുകളും നടക്കുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നത് ഗ്ലൂക്കോനിയോജനസിസ് ആണ്. ഗ്ലൂക്കോനിയോജനസിസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് ഒരു നോൺ കാർബോഹൈഡ്രേറ്റ് സോഴ്സസിൽ നിന്ന് നമുക്ക് ഗ്ലൂക്കോസ് സിന്തസൈസ് ആവുന്ന പ്രവർത്തനമാണ് ഗ്ലൂക്കോനിയോജനസിസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് ഗ്ലൈക്കോജനസിസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൺവേർട്ടിങ് എക്സസ് ഗ്ലൂക്കോസ് ടു ഗ്ലൈക്കോജൻ. എക്സസ് ആയിട്ടുള്ള ഗ്ലൂക്കോസ് എന്തായിട്ട് മാറുന്ന പ്രവർത്തനമാണ്? ഗ്ലൈക്കോജനായിട്ട് മാറിയിട്ട് നമ്മുടെ ലിവറിൽ അല്ലെങ്കിൽ മസിൽസിലൊക്കെ സൂക്ഷിച്ചു വയ്ക്കുന്ന പ്രവർത്തനമാണ് ഗ്ലൈക്കോജനസിസ് എന്ന് പറയുന്നത്. അടുത്തത് ഗ്ലൈക്കോജനോലൈസിസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്ലൈക്കോജൻ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് നമ്മുടെ ഗ്ലൂക്കോസായിട്ട് മാറി നമ്മുടെ ശരീരത്തിന് എനർജി നൽകുന്ന പ്രവർത്തനമാണ് ഗ്ലൈക്കോജനോലൈസിസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് മെറ്റാബോളിക് ഫങ്ഷൻസ് ആണ് പറയുന്നത്. എന്താണ് ഇതിൻ്റെ മെറ്റാബോളിക് ഫങ്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് നമുക്ക് ATP പ്രൊഡക്ഷന് വളരെ ആവശ്യമായിട്ടുള്ള ഒന്നാണ്. അതുപോലെ തന്നെ നമ്മുടെ ടിഷ്യൂസിലൊക്കെ ഹൈ ആയിട്ട് എനർജി പ്രൊഡക്ഷനൊക്കെ തരുന്നത്. ടിഷ്യൂസ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് മെയിനായിട്ട് നമ്മുടെ ഓർഗൻസ് പറയാം, ബ്രെയിൻ, അതുപോലെ തന്നെ മസിൽ ടിഷ്യൂസിലൊക്കെ എനർജിയൊക്കെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്
പിന്നെ എക്സസ് ആയിട്ടുള്ള ഗ്ലൂക്കോസ് നമുക്ക് ഗ്ലൈക്കോജനായിട്ട് എന്താണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട് നമ്മുടെ ലിവറിൽ അല്ലെങ്കിൽ മസിൽ സെൽസിലൊക്കെയാണിത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. നെക്സ്റ്റ് പറയുന്നത് ലിപ്പിഡ് മെറ്റാബോളിസം ആണ്. ലിപ്പിഡ് മെറ്റാബോളിസത്തിൻ്റെ ഓവർവ്യൂ എന്ന് പറയുന്നത് ലിപ്പിഡ്സ് എന്ന് വെച്ചാൽ നമുക്കറിയാം ഫാറ്റ്സ്, ഓയിൽസ്, ഇതൊക്കെ എന്താണ് നമ്മുടെ ലിപ്പിഡിൽ തന്നെയാണ്, കൊഴുപ്പിൽ തന്നെയാണ് വരുന്നത്. അതിൻ്റെ പല പല രൂപങ്ങളാണ്. ഇത് നമ്മുടെ ശരീരത്തിലെ എനർജി സ്റ്റോറേജിന് വേണ്ടിയിട്ട്, ഇൻസുലേഷന് വേണ്ടിയിട്ട്, സെല്ലാർ സ്ട്രക്ചറിനൊക്കെ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ട്രൈഗ്ലിസറൈഡ്, ഫോസ്ഫോലിപ്പിഡ്സ്, കൊളസ്ട്രോൾ എന്ന് പറഞ്ഞിട്ടുള്ള 3 രൂപങ്ങളിലായിട്ടാണ്. ഇനി അതിൻ്റെ കീ പ്രോസസ്സുകൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത് പറയുന്നത് ലിപ്പോലൈസിസ് ആണ്. ലിപ്പോലൈസിസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രൈഗ്ലിസറൈഡ്സ് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് ഗ്ലിസറോളും അതുപോലെ ഫ്രീ ഫാറ്റി ആസിഡുമായിട്ട് മാറി നമ്മുടെ ശരീരത്തിന് എനർജി കൊടുക്കുന്നതാണ് ലിപ്പോലൈസിസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. രണ്ടാമത് വരുന്നത് ബീറ്റ ഓക്സിഡേഷൻ ആണ്. അപ്പോൾ ബീറ്റ ഓക്സിഡേഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫാറ്റി ആസിഡുകൾ ഓക്സിഡൈസ് ചെയ്തിട്ട് നമുക്ക് അസറ്റൈൽ കോയെ എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് ഉണ്ടാവുന്ന പ്രവർത്തനമാണ്. ഈ അസറ്റൈൽ കോയെ പിന്നീട് അത് സിട്രിക് ആസിഡ് സൈക്കിളിലേക്ക് എത്തി അവിടെ വെച്ച് ATP പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. അടുത്തത് ലിപ്പിഡ് സിന്തസിസ് ആണ്. ലിപ്പിഡ് സിന്തസിസിന് നമ്മൾ പറയുന്ന മറ്റൊരു പേര് ലിപ്പോജനസിസ് എന്നാണ്. ഇവിടെ നടക്കുന്നത് എക്സസ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്സിന് കൺവേർഷൻ കാർബോഹൈഡ്രേറ്റ്സ് അതുപോലെ തന്നെ പ്രോട്ടീൻസും കൺവേർഷൻ ചെയ്തിട്ട് ഫാറ്റി ആസിഡും ഗ്ലിസറൈഡ്സും ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്ന പ്രവർത്തനമാണ്. നെക്സ്റ്റ് പറയുന്നത് കൊളസ്ട്രോൾ സിന്തസിസ് ആണ്. കൊളസ്ട്രോൾ സിന്തസിസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലിവറാണ് കൊളസ്ട്രോളിനെ സിന്തസൈസ് ചെയ്യുന്നത്. ഇത് നമ്മുടെ ശരീരത്തിൽ ഈ കൊളസ്ട്രോൾ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ഹോർമോൺ പ്രൊഡക്ഷന് വേണ്ടിയിട്ടും ബൈൽ സോൾട്ട് ഫോർമേഷനും അതുപോലെ തന്നെ സെൽ മെംബ്രെയിൻ ഇൻറ്റഗ്രിറ്റിക്കൊക്കെ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ മെറ്റാബോളിക് ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫാറ്റി ആസിഡുകൾ നമ്മുടെ ശരീരത്തിലെ എനർജി പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മെയിനായിട്ട് കാർബോഹൈഡ്രേറ്റ്സുകൾ ആണ് നമ്മുടെ ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ കാർബോഹൈഡ്രേറ്റ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് നമ്മുടെ ശരീരത്തിൽ എനർജി പ്രൊഡക്ഷൻ ചെയ്യുന്നത് പ്രോട്ടീൻസ് ആണ്. അതിൽ നിന്ന് നമ്മുടെ ശരീരത്തിന് എനർജി കിട്ടുന്നില്ലെങ്കിലാണ് ഫാറ്റി ആസിഡുകൾ പ്രവർത്തിക്കുന്നത്. പിന്നെ ലിപ്പിഡ്സ് എന്ന് പറയുന്നത് plays a crucial role in forming cell membranes and signaling molecules.